അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മസ്റ്റ് ആൻഡ് മസിൻ്റ് ആണ് കേട്ടോ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഷുഡ് ആൻഡ് ഷുഡിൻ്റ് ആണ് പഠിച്ചത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മസ്റ്റ് ആൻഡ് മസിൻ്റ് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഷുഡും മസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നതുണ്ടല്ലോ. ഷുഡ് എന്ന് പറയുന്നത് നമ്മൾ ഒരാളോട് ഒരു കാര്യം ചെയ്യണം, നീ അത് പറയണം, നീ ഇവിടെ പോകണം, നീ ഇവിടെ വരണം എന്നൊക്കെ പറയുന്നതാണ് ഷുഡ് എങ്കിൽ, മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും കൂടി നമ്മൾ ഫോഴ്സ് ചെയ്ത് പറയില്ലേ. അതായത് നീ തീർച്ചയായിട്ടും വരണം, നീ തീർച്ചയായിട്ടും പോകണം, നീ തീർച്ചയായിട്ടും വിളിക്കണം എന്നൊക്കെ കുറച്ചുകൂടി ഫോഴ്സ് കൊടുത്ത് പറയില്ലേ, അതാണ് മസ്റ്റ്. അതാണ് ഷുഡും മസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ്. ക്ലിയർ ആണല്ലോ? ഒന്നും കൂടി പറയാം. യു ഷുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ പോകണം എന്നാണെങ്കിൽ, യു മസ്റ്റ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീ നിർബന്ധമായിട്ടും പോകണം എന്നാ. അതാണ് അതിൻ്റെ ഡിഫറൻസ്. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം കേട്ടോ ഇതെങ്ങനെയാണ് സെൻറ്റൻസ് ആക്കാന്ന്. അപ്പോൾ ഞാനിവിടെ മലയാളം എഴുതിയിടാൻ പോവാണ്. നീ തീർച്ചയായും പോകണം, നീ തീർച്ചയായും വരണം, നീ തീർച്ചയായും, നീ എന്ന് വേണ്ട അവൻ എന്ന് കൊടുക്കാം, അവൻ തീർച്ചയായും വിളിക്കണം. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇംഗ്ലീഷ് സെൻറ്റൻസ് നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ നീ തീർച്ചയായും പോകണം എന്ന് പറയുമ്പോൾ നീ, യു, അതിനുശേഷം മസ്റ്റ്, തീർച്ചയായും എന്നല്ലേ. പോകണം, പോവുക എന്നതിൻ്റെ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് ഗോ. യു മസ്റ്റ് ഗോ, നീ തീർച്ചയായും പോകണം. നീ തീർച്ചയായും വരണം എന്നിങ്ങനെ പറയാം, യു മസ്റ്റ്. വരിക, വരിക എന്നതിൻ്റെ ഇംഗ്ലീഷ് കം. യു മസ്റ്റ് കം, നീ തീർച്ചയായും വരണം. അവൻ തീർച്ചയായും വിളിക്കണം, അവൻ എന്ന് പറയാനായിട്ട് ഹി. അതിനുശേഷം മസ്റ്റ്, വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ. ഹി മസ്റ്റ് കോൾ, അവൻ തീർച്ചയായും വിളിക്കണം. കണ്ടോ? അപ്പം മസ്റ്റിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ നെഗറ്റീവാണ് കേട്ടോ. അതായത് നീ തീർച്ചയായും പോകാൻ പാടില്ല, അല്ലെങ്കിൽ നീ ഉറപ്പായിട്ടും പോകരുത്, നീ ഒരിക്കലും പോകരുത് എന്നൊക്കെ നമ്മൾ ഒരാളോട് കുറച്ചും കൂടി ഫോഴ്സ് ചെയ്ത് പറയില്ലേ ഒരു കാര്യം ചെയ്യാൻ പാടില്ല എന്ന്. അതാണ് മസ്റ്റിൻ്റ് എന്ന് പറയണത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മസ്റ്റിൻ്റെ മലയാളം ഞാനിവിടെ എഴുതിയിടാൻ പോവുകയാണേ. നീ തീർച്ചയായും പോകരുത്, നീ തീർച്ചയായും പോകരുത്. പോകണം എന്നുള്ളത് പോകരുത് എന്നാകും കേട്ടോ. നീ തീർച്ചയായും വരരുത്, നീ തീർച്ചയായും വരരുത്. അവൻ തീർച്ചയായും വിളിക്കരുത്. ഓക്കെ, അപ്പം ഇതിൻ്റെ നെഗറ്റീവ് നോക്കിയാലോ. നീ, യു, തീർച്ചയായും നെഗറ്റീവാണ്. സോ മസിൻ്റ്. പോകരുത് എന്ന് പറയാനായിട്ട് ഗോ, മസിൻ്റ്. ഓക്കെ, ഈ മസ്റ്റ് നോട്ട് എന്നുള്ളതിൻ്റെ ഈ ഓ ഉണ്ടല്ലോ ഇവിടെ, ആ ഓക്ക് പകരമാണ് നമ്മളിവിടെ ഇതിടുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റോഫ് ഇടുന്നത്, അത് നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, സോ യു മസിൻ്റ് ഗോ, നീ തീർച്ചയായും പോകരുത്. ഇനി നീ തീർച്ചയായും വരരുത്, യു മസിൻ്റ്. വരിക എന്നതിന് കം, യു മസിൻ്റ് കം, നീ തീർച്ചയായും വരരുത്. അവൻ തീർച്ചയായും വിളിക്കരുത്, ഹി, അവൻ. അതിനുശേഷം മസിൻ്റ് ചേർക്കുക, അതിനുശേഷം വിളിക്കുക എന്നതിൻ്റെ ഇംഗ്ലീഷ് കോൾ. ഹി മസിൻ്റ് കോൾ, അവൻ തീർച്ചയായും വിളിക്കരുത്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ മസ്റ്റും മസിൻ്റും ഷുഡും ഷുഡിൻ്റും തമ്മിലുള്ള ഡിഫറൻസ്. ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളോട് അരുത് എന്ന് പറയണം, നീ പോകരുത്, നീ ചെയ്യരുത്, നീ വിളിക്കരുത്, അല്ലെങ്കിൽ നീ പോകണം, നീ ചെയ്യണം, നീ വിളിക്കണം എന്നൊക്കെ ഒരാളോട് ഒബേ ചെയ്യാനായിട്ട് പറയുന്നതാണ്. മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി ഫോഴ്സ് ചെയ്ത് ഒബേ ചെയ്യാനായിട്ട് പറയുകയാണ്. നീ അവിടെ പോകണം, നീ തീർച്ചയായും പോകണം എന്ന് പറയുന്നതാണ് മസ്റ്റ്. ഇനി ഇതൊന്നുമില്ല, ഷുഡ് മാത്രം ചേർത്തു എന്നോർത്ത് തെറ്റൊന്നുമില്ല. പകരം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഷുഡ് പറയുന്ന സമയത്ത് കുറച്ചൊന്ന് ഫോഴ്സിൽ പറഞ്ഞു കഴിഞ്ഞാലും ഈ മസ്റ്റിൻ്റെ അതേ അർത്ഥം തന്നെ കിട്ടും കേട്ടോ. അപ്പം യു ഷുഡ് ഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനർത്ഥം വന്നു നീ എന്തായാലും പോകണം എന്ന്. അതിന് മസ്റ്റ് തന്നെ ചേർക്കണം എന്ന് നിർബന്ധമില്ല. ഇനി ചേർത്തു എന്നോർത്ത് കുഴപ്പമില്ല. മസ്റ്റിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് ഷുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാ രീതിയിൽ പോകണം എന്ന് പറയണതും, മസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും പോകണം എന്നും. അതാണ് ഈ ഷുഡും മസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത ക്ലാസ്സായിട്ട് കാണാം.